പിന്നെ റൂമൊക്കെ ഇഷ്ടായോ? പിന്നെ നല്ല റൂമാ. മാഡം വരുന്ന പ്രമാണിച്ചേ ഞാനാ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയത്. ആര് വൃത്തിയാക്കി? ഞാന്. നീയോ? ശരിക്കും? ശരിക്കും ഞാനാ വൃത്തിയാക്കിയത്. എന്താ മാഡം? എന്നിട്ട് മിസ്റ്റർ പങ്കജാഷ് എന്നോട് അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. പങ്ക്യാമൻ അങ്ങനെ പറഞ്ഞോ? എന്നാ പിന്നെ പങ്ക്യാമൻ വൃത്തിയാക്കിയെന്നായിക്കോട്ടെ. അതൊന്നുമില്ല. മാഡം, മാഡത്തിന് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ കൂട്ടിന് കിടക്കാം. പേടി? അത് എനിക്ക്. ഞാൻ ഇത്രയും വർഷം ഒറ്റയ്ക്ക് തന്നെയാ ജീവിച്ചത്. പിന്നെ നിനക്കൊരു കാര്യം അറിയോ? എന്താ? ഞാൻ വാരണാസിയിൽ താമസിക്കുന്ന സമയത്ത് എന്റെ വീടിന് തൊട്ട് ചേർന്ന് ഒരു ചുടലപ്പറമ്പായിരുന്നു. ആ ചുടലപ്പറമ്പിൽ ഡെയിലി കൊണ്ടുവന്ന് മൃതദേഹങ്ങളെ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു. അറിയോ, ചില സമയത്ത് ഈ മൃതദേഹങ്ങളൊക്കെ കത്തിക്കഴിയുമ്പോഴേ ആ അസ്ഥികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റേക്കും നമ്മൾ വിചാരിക്കും പ്രേതമാണെന്ന്. അല്ല, അതൊരു പ്രോസസ്സാണ്. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇനി അതും വിട്, ഇത്രയും മൃതദേഹങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ടേ പകുതി കരിഞ്ഞ മൃതദേഹത്തെ എടുത്ത് മാറ്റിയിട്ട് പുതിയ മൃതദേഹം കൊണ്ട് വെക്കും. സത്യ, ചില ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ പകുതി കരിഞ്ഞിട്ടുള്ള മൃതദേഹം തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. അയ്യോ, ഇതൊന്നും കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാനാണ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു മുറിക്കകത്ത് കിടക്കാൻ പേടിക്കേണ്ടത് അല്ലേ? ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാഡത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പറ്റുകയാണെങ്കിൽ ഈ കർട്ടൻസ് ഒക്കെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. ഈ കർട്ടൻ എന്താ കുഴപ്പം? നല്ല കർട്ടനല്ലേ? അങ്ങനെയല്ല, ഈ ചില കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ചിന്തകളെ വല്ലാണ്ടങ്ങ് ബാധിക്കും. എന്നുവെച്ചാ അതിപ്പോ ചില കളർ കോമ്പിനേഷൻസ് നമ്മുടെ ചിന്തകളൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ചിന്തകളൊക്കെ മാറും, നമ്മുടെ സ്വഭാവം മാറും. ആകെപ്പാട് നെഗറ്റീവ് വൈബായിരിക്കും. എനിക്കെന്തോ ഈ കളർ അങ്ങോട്ട് സെറ്റ് ആയില്ല. ഇപ്പൊ വേണം പയ്യെ മാറിയാൽ മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയ്യോ, ഈ തറവാട് മുഴുവൻ ഇങ്ങനത്തെ കർട്ടൻ, അതായിരിക്കുമല്ലോ ഇവിടെ എപ്പോഴും അടിയും ബഹളമൊക്കെ. ഈ കർട്ടനല്ലേ ഇവിടെ കിടന്നോട്ടെ, മാറ്റണ്ടേ? ഒരു കുഴപ്പമില്ല. അപ്പൊ നെഗറ്റീവ് എനർജി അല്ല, ഞാൻ സഹിച്ചോളാം. എനിക്ക് അതിനൊക്കെ ഉള്ള പവർ ഉണ്ടേ, ഞാൻ സഹിച്ചോളാം, കുഴപ്പമില്ല. എന്നാ പിന്നെ വെള്ളം വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാട്ടോ. വേണ്ട, എനിക്ക് വേണമെങ്കിൽ ഞാൻ വന്നു കുടിച്ചോളാം. എന്നാ പിന്നെ ശരി. ശരി, ഗുഡ് നൈറ്റ്. എന്തേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്നെ താഴെ വരെ കൊണ്ടുവിടുവോ? എന്തേ? അതെ, മൃതദേഹത്തിന്റെ കാര്യമൊക്കെ കേട്ടപ്പോ ഒരു പേടി താഴേക്ക് ഒറ്റയ്ക്ക് പോയാൻ. ഒറ്റയ്ക്ക് അങ്ങ് പോയാ മതി. ആ പോകുന്ന വഴിക്ക് ആരെല്ലാം നിന്നെ പിടിച്ച് തിന്നുകയാണെങ്കിൽ അങ്ങ് തിന്നോട്ടെന്ന് ഞാൻ വിചാരിക്കും. ഒന്നും വേണം. ഇറങ്ങിപ്പൊടി. ഇല്ലല്ലോ. പൊട്ടി. മനുഷ്യന് നടുവും. ഇവിടുത്തെ കാരണവന്മാർക്ക് വേറെ ഒരു പണിയില്ലായിരുന്നോ ആവോ? വെറുതെ കുറെ മുറ്റവും പറമ്പും ഉണ്ടാക്കിയിട്ടേക്കും മനുഷ്യനെ പണി എടുപ്പിച്ചു കൊല്ലാൻ വേണ്ടിട്ട്. എന്താ രാവിലെ തന്നെ കാരണവന്മാരെ പറഞ്ഞോണ്ടിരിക്കണേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നേ, അല്ല 3 സെന്റ് വീടും സ്ഥലവും ഒക്കെ ആയിരുന്നു, എന്ത് എളുപ്പമായിരുന്നു. ഇങ്ങനെ വെച്ചാല് പരിപാടി കഴിഞ്ഞാനേ. അത് ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടെ മുഴുവൻ അങ്ങോട്ട് ടൈലിട്ടാലോ, അപ്പൊ മുറ്റടിക്കണ്ട. അത് ശരിയാ. നമുക്കേ എന്നാ അച്ഛനോട് പറയാം. അച്ഛനോട് പറഞ്ഞ കാര്യം നടക്കും. വേറെ ആരോടും പറഞ്ഞാലേ ശരിയാവത്തില്ല. ശരിയാ. ഒന്ന് പോടെ ഇടുന്ന മേലിറങ്ങി പണി എടുക്കണേ അങ്ങോട്ട്. ഈ പറയുന്ന ആൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ. എന്താ സുഖം, പ്രസവത്തിന് മുമ്പ് റെസ്റ്റ്, പ്രസവം കഴിഞ്ഞ് റെസ്റ്റ്, കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുക. എന്താ സുഖം. എടി, ഞാനിവിടെ വന്ന് കേറുന്നതിന് മുമ്പേ ഒരുപാട് പണിയെടുത്തിട്ടുള്ള ആളാ. കുഞ്ഞിലെ തൊട്ട് അമ്മ അല്ലാത്തോണ്ടേ വീട്ടിലെ കാര്യം മുഴുവൻ ഞാനാ ചെയ്തിരുന്നത്. അതുകൊണ്ട് ദൈവം അങ്ങോട്ട് നന്നായിട്ട് അനുഗ്രഹിച്ച് നല്ലൊരു ഭർത്താവ്, നല്ലൊരു അമ്മായിയമ്മ, പണിയെടുക്കാതെ ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു ഷാഹിനി.
എങ്ങനെ? നീയാണ് പണിയെടുക്കേണ്ട ആൾ, ഞാൻ ചായ കുടിക്കേണ്ട ആൾ. വേഗാട്ടെ. ഞാനൊന്നും പറയുന്നില്ല. ദേ വെറുതെ അമ്മ കളിക്കാൻ നിക്കല്ലേട്ടാ. അമ്മ കളിക്കുന്നു. ആ നല്ലോണം. ചേച്ചി ഞാൻ പറഞ്ഞേ, ഇടി കല്ലല്ല അടിച്ചു വരണ്ടത്. ഇവിടെ കിടക്കണേ അല്ലേ ഇത്രയൊക്കെ മതി. ഇത്രയൊന്നും പോരാ. ഇത് നിന്നെ അടിച്ചു വരൂ. അല്ല വാവ എന്തേ? നല്ല ഉറക്ക. ആണോ? ശേ, വാവയായിട്ടെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക ഉറങ്ങുക, ഇത് തന്നെ പണി. നീ അങ്ങനെ തന്നെ ആയിരുന്നടി. അത് പണ്ടല്ലേ, കുഞ്ഞിലേ അല്ലേ, ഇപ്പൊ അല്ലല്ലോ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അല്ല ചേച്ചി, ഈ വാവയായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഓ അങ്ങനെയൊന്നുമില്ല. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞുവാവ എണീക്കുമ്പോ ഒരു അപ്പുണ്ണി തന്നെ രാവിലെ എണീക്കുന്നോണ്ട് ചേച്ചിക്ക് പ്രശ്നമായിരിക്കുമല്ലോ ഉറങ്ങാനൊക്കെ. അത് തുടക്കത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. എന്താ ഇപ്പൊ അപ്പുണ്ണിയുടെ സമയത്ത് എണീറ്റ് പൊക്കോളും. മറ്റത് അതല്ലേ, രാവിലെ ഇന്നേം കൂടി എണീപ്പിക്കാൻ നോക്കും. പുള്ളിക്ക് അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോ നിർത്തി. ഇപ്പൊ തന്നെ എണീറ്റ് പൊക്കോളും. ചുരുക്കം പറഞ്ഞാ ഇപ്പൊ നല്ല സുഖമുണ്ട് അല്ലേ? നല്ല സുഖമുണ്ട്. പക്ഷെ ഈ കുഞ്ഞുവാവ് ഒരു വെളുപ്പിന് 3 മണിക്കൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ കരയാ. അപ്പുണ്ണിയുടെ നോക്കിക്കോളും. എന്നാലും നമ്മളിങ്ങനെ ഉറക്കത്തിൽ കിടക്കുമ്പോ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത അല്ലേ, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി കുറച്ച് കഴിയുമ്പോ ഇതിന്റെ എല്ലാം കണക്ക് തീർത്ത് അമ്മ തന്നോളും. ഇവിടുത്തെ പണി മൊത്തം എടുപ്പിച്ചോളും. നോക്കിക്കോ, കുഞ്ഞൊന്ന് വളരട്ടെ. ഇതാണ് നിനക്ക് പണിയെടുക്കേണ്ടി വന്നതേ. നിന്റെ മനസ്സ് ശുദ്ധല്ല. ഞാനങ്ങ് സഹിച്ചു. നല്ലോണം അങ്ങോട്ട് അടിച്ചു വാര്. ആ എന്താണ് രണ്ടുപേരും കൂടെ? മേഡം എവിടെ പോയതാ രാവിലെ തന്നെ നടക്കാൻ? ഓ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോവോ? പിന്നെ ലോകത്ത് എവിടാണെങ്കിലും എന്ത് സംഭവിച്ചാലും ദിവസം 1 മണിക്കൂർ ഞാൻ വ്യായാമം ചെയ്യാൻ പോകും. എന്നിട്ട് അന്ന് ലിഗ്മെന്റ് തെറ്റിയിരുന്നപ്പോ പോയില്ലല്ലോ. വിട്ടേക്ക്, അത് മേഡം കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനാ. അപ്പൊ അതാണ് ഇങ്ങനെ സ്ലിം ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നതല്ലേ? സ്ലിം ആകാൻ വേണ്ടിട്ടൊന്നുമല്ല, ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണം എന്റെ കൂടെ കൂടാൻ കേട്ടോ, നാളെ മുതല്. അയ്യോ, ഞങ്ങളൊക്കെ എണീക്കുമ്പോ തന്നെ ഈ ഒരു സമയമൊക്കെ ആകും. ഷോ അല്ല, മിസ്റ്റർ പങ്കജാക്ഷനും എക്സസൈസ് ചെയ്യാറില്ല? അയ്യോ, പങ്ക്യാമന ഇവിടെ ലാസ്റ്റ് ബസ്, അവസാനം എണീക്കണ ആള്. രാത്രി നേരത്തെ ഉറങ്ങും, രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കും. അതാ പങ്ക്യാമന്റെ ശീലം. മാഡത്തിന് പറ്റുവാണെങ്കിലേ പങ്ക്യാമനെ രാവിലെ നടക്കാൻ കൊണ്ടേക്കോ. പങ്കജാക്ഷനൊന്നും ഇനി ഈ പ്രായത്തെ നന്നാക്കാൻ പറ്റിയല്ല. അത് ശരിയാ, വയസ്സായില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, കുമാരിക്കും ഷാനിക്കും വേണമെങ്കിൽ രാവിലെ എന്നോട് എക്സസൈസിന് വരാം. അല്ല, ഞാൻ എന്താ അറിയോ, കുഞ്ഞുവാവ ഇപ്പം ചെറുതല്ലേ, കുറച്ചൊന്ന് വലുതായിട്ട് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യും. അവൻ ഇനി വളർന്ന് വലുതായി പെണ്ണും കെട്ടിയതിനു ശേഷം കുമാരി എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണോ? അയ്യോ, അങ്ങനെയല്ല മേഡം. അവൻ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാറായ പിന്നെ ഞാൻ ഫ്രീ ആയല്ലോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞപ്പോൾ എങ്ങനെ തടിച്ചു അല്ലേടി? ഇത്ര തടിയൊന്നും എനിക്കില്ലായിരുന്നു. ആഹാ, അപ്പൊ ആ ഫോട്ടോയിലിരിക്കുന്ന കുമാരി ഏതാ? ഫോട്ടോയോ? ഏത് ഫോട്ടോ? അത് ഗർഭിണിയായപ്പോ കണ്ടുള്ളതായിരിക്കും. അല്ലേ? ആണോ ഷാഹിന? അല്ല, വിട്, ഷാഹിനക്ക് എന്റെ കൂടെ വരാമല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ വരേണ്ട കാര്യമൊന്നുമല്ല. ഞാനിവിടെ ഇഷ്ടം പോലെ പണിയെടുക്കുന്നുണ്ട്. രാവിലെ എണീറ്റ് മുറ്റം അടിക്കും, പാത്രം കഴുകും, തുണി അലക്കും, അരി ഇടിക്കും, അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യും. പിന്നെ ഇനിയിപ്പോ വ്യായാമം കൂടെ ചെയ്യാൻ പോയാലും ഞാൻ ചത്തുപോകും മാഡം. എന്നാലും എക്സസൈസ് ചെയ്യുക, അതിന് കുറച്ച് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. ഇതിന്റെ ഇടയ്ക്ക് അതിലൂടെ സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. ശരി, നീ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ കുറച്ച് എക്സസൈസും കൂടി ചെയ്യണം. ഞാനത് പറയാനിരിക്കായിരുന്നു. അതെ, പറയുന്നു. സത്യം പറഞ്ഞാലേ ഈ പണിയൊക്കെ ചെയ്യുന്ന വ്യായാമം ചെയ്യുന്നതിനേക്കാൾ നല്ലതെന്ന് എല്ലാരും പറയാറ്. ഒരു കണക്കിന് ചിന്തിച്ചാ അതും ശരിയാണ്. പിന്നെ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് ഇത്തരം പണികൾ ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് വ്യായാമം ചെയ്യുന്നു. അപ്പൊ മേഡത്തിന്റെ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്യാ? വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും ഞാൻ ആർക്കും മറുപടി കൊടുക്കാറില്ല. ഷാഹിനയുടെ വ്യായാമം ചെയ്തോളൂ. കുമാരി, പണി നടക്കട്ടെ. എന്താ സംഭവം മനസ്സിലായോ? വീട്ടിലെ ഓരോ പണിയും ചെയ്യാൻ കഴിയില്ല. അതിന്റെ പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിരിക്കുക. എന്നിട്ട് വെളുപ്പാൻ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇനിയിപ്പൊ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു ഓർത്തിട്ട് പഠിച്ചു. ചേച്ചിയോട് വ്യായാമം ചെയ്യാൻ പറഞ്ഞതിന്റെ ദേഷ്യല്ലേ ഈ തീർക്കുന്നേ? എനിക്ക് മനസ്സിലായി. ചെല്ല്, കയറിപ്പോക്കോട്ടാ. ഒരു വ്യായാമക്കാരി വേറെ പണിയൊന്നുമില്ലായിക്കല്ലേ, രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എന്ത് കാര്യമുണ്ട്?
ആഹാ, മാഡം കഴിക്കാനിരുന്നോ? ഇതെന്താ ബ്രെഡും മുട്ടയോ? ഇതാണ് രാവിലെ കഴിക്കുന്നേ? രാവിലെ വളരെ ലൈറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. വെറുതെ അല്ലേട്ടാ മാഡം ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ. പുറത്തൊക്കെ പോയി ജോലി ചെയ്യണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് കഴിക്കണ്ടേ മാഡം? ഞാനൊക്കെ ആണെങ്കിലേ രാവിലെ 8 ഇഡ്ഡലി കഴിക്കും. അയ്യോ, 8 ഇഡ്ഡലിയോ? എന്റെ ദൈവമേ കൊച്ചെ, ഞാനിങ്ങനെ 2 ബ്രെഡും 2 മുട്ടയും കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ഞാനിങ്ങനെ ഇരിക്കുന്നതും കണക്കാക്കണ്ട, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്. ഈ 8 ഇഡ്ഡലിയൊക്കെ വാരി വെച്ച് രാവിലെ തന്നെ തിന്നുന്നതാണ് ആരോഗ്യമില്ലായ്മ. എന്റെ മാഡം, സത്യം പറഞ്ഞ മാഡം ഈ കഴിക്കുന്ന ബ്രെഡും മുട്ടയും ഒക്കെ ആരോഗ്യം കളയുന്നേ. ഞാനേ ഈ 8 ഇഡ്ഡലി കഴിക്കുന്നതിന് മുമ്പ് പഴങ്കഞ്ഞിയും കഴിക്കാറുണ്ട്. മാഡത്തിന് അറിയോ, രാവിലെ ഈ പഴങ്കഞ്ഞി അങ്ങോട്ട് പ്ലേറ്റിലോട്ട് എടുക്കണം, കുറച്ച് തൈര് അങ്ങോട്ട് ഒഴിക്കണം, എന്നിട്ട് ഈ 2-3 ഉള്ളിയൊക്കെ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ടിട്ട് അതിലേക്ക് 2-3 കാന്താരി മുളകൊക്കെ അങ്ങോട്ട് ഞെരട്ടണം. പിന്നെ തലേ ദിവസത്തെ മീൻചാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കണം. ഉണക്കമീൻ ഉണ്ടെങ്കിലും നല്ലതാ. എന്നിട്ട് ഇത് മുഴുവൻ കൂടെ അങ്ങോട്ട് കുഴച്ച് 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 കഴിക്കുമ്പോ ഉണ്ടല്ലോ, പടച്ചോനെ, നാടത്തിനും കൊതി വരുന്നുണ്ടല്ലേ? എനിക്ക് കൊതിയൊന്നും വരുന്നില്ല, പഴങ്കഞ്ഞിക്കാ കൊതി. വേണമെങ്കിലേ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കുറച്ച് എടുത്തു തരാം. എനിക്കൊന്നും വേണ്ട. പഴങ്കഞ്ഞി കുടിച്ച് ആരോഗ്യം ഉണ്ടാക്കാൻ പോകും. മുട്ട കഴിക്ക്, ആരോഗ്യം വരട്ടെ. ആഹാ, സാറാമ്മ കഴിക്കാനിരുന്നോ? ഇതെന്താ, ഇതൊക്കെയാണോ കഴിക്കുന്നത്? എടി, അപ്പം ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അത് എടുത്തു കൊടുക്കണ്ടേ? ഈ ബ്രെഡാണോ എടുത്തു കൊടുക്കുന്നേ? അതിന് ഞാനല്ലേ ഇതൊന്നും എടുത്തു കൊടുത്തത്, മാഡം തന്നെ എടുത്തതാ. അപ്പോ ഇഡലിയും ദോശയോ? ഇവിടെ എന്തോ ഹോട്ടൽ നടത്തുന്നുണ്ടോ? ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ, അപ്പൊ എല്ലാം ഉണ്ടാക്കും. കൊട്ടിലപ്പാട്ട് തറവാട്ടിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എനിക്കാണ് ഈ ഫുഡ് വേസ്റ്റ് ചെയ്തതിനോളം ദേഷ്യം വേറെ ഇല്ല. അയ്യോ മാഡം, ഇവിടെ അങ്ങനെ ഫുഡ് വേസ്റ്റ് ആവാറൊന്നുമില്ല. ഞങ്ങൾ എല്ലാരും കൂടെ ഇതൊക്കെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അങ്ങ് കഴിക്കും. ഇനി അപ്പോഴും തീർന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കും. ഇനിയും തീർന്നില്ലെങ്കിൽ അതെടുത്ത് നന്ദിനിക്ക് രമണിക്കും കൊടുക്കും. അല്ലാതെ ഇവിടെ ഫുഡ് വേസ്റ്റ് ആവുന്ന പരിപാടിയേ ഇല്ല. ഇതുപോലെ അച്ചടക്കം ഇല്ലാത്ത ഭക്ഷണ രീതിയും എക്സസൈസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇവിടെ എന്താ ആർക്കും ആരോഗ്യ പ്രശ്നം? ഒരാൾക്കും ആരോഗ്യ പ്രശ്നമില്ല, എല്ലാരും നല്ല ആരോഗ്യമുള്ളവരാ. പങ്കി കണ്ടില്ലേ, നല്ല പയറുമണി പോലെ നടക്കുന്നത്. ദിവസം ഒരു പറ അരിയുടെ ചോറുണ്ണവൻ, എന്നിട്ട് ആരോഗ്യത്തിന് എന്താ കുറവ്? അയ്യോ, പങ്കജാഷിന്റെ ആരോഗ്യത്തെ കുറിച്ച് എന്നോട് പറയല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ വീട് സന്ദർശനം ഉണ്ടായിരുന്നു. ഒരു കുന്നിന്റെ മേളിലായിരുന്നു വീട്. ആ കുന്നങ്ങ് കയറി ചെന്നപ്പോഴത്തേനും പങ്കജാഷൻ പട്ടി അണയ്ക്കുന്നവരൊന്ന് അണയ്ക്കുമായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടീ, ചിലപ്പോ അന്ന് ഭക്ഷണം കഴിക്കാണ്ടായിരിക്കും പോയത്, അവനൊന്നും കൊടുത്തില്ലേ? അയ്യോ, ഭക്ഷണം കഴിക്കാത്തതല്ല, മൂക്കുമുട്ട കഴിച്ചതിന്റെയാണ് അവിടെ കണ്ടത്. അത് പിന്നെ കുന്ന് കയറി ആരായാലും കിതക്കത്തില്ലേ? ആ കൂടെ കുന്ന് കയറാൻ ഞാനും ഉണ്ടായിരുന്നു, എനിക്കൊരു അണക്കലും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞപ്പോ അതെ, നിർത്തിയാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. ഇതുപോലെ അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതിയാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഒന്ന് മാറ്റി ചിന്തിക്കുകയെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ശ്രദ്ധിച്ചോളാം മാഡം. ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ ശ്രദ്ധിക്കല് കാണുന്നുണ്ട്. ഇതുവരെ ഒന്നും മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭക്ഷണ രീതികളൊന്നും ആരും മാറ്റാൻ ശ്രമിക്കൊന്നും വേണ്ട. ഇതെന്റെ വീടാണ്, എനിക്ക് സൗകര്യമുള്ള ഫുഡ് ഞാൻ കഴിക്കും. പഴയ തലമുറയോടൊന്നും സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പുതിയ തലമുറയോടാണ് സംസാരിക്കുന്നത്. അവരൊന്നും മാറ്റി ചിന്തിക്കട്ടെ. പുതിയ തലമുറ മാറ്റി ചിന്തിച്ചോളാം. ഈ പങ്കജാഷിന് ഇത് എവിടെ, എത്ര നേരമായി ഇത്? പെണ്ണുങ്ങൾക്കില്ലല്ലോ ഒരുങ്ങാൻ ഇത്ര നേരം. അല്ല, സീതാലക്ഷ്മി അമ്മ പോയി വിളിക്കൊന്നും വേണ്ട. അതിന് ആരെ വിളിക്കാൻ പോകുന്നു? നിങ്ങളുടെ പാർട്ടി കാര്യത്തിൽ ഇടപെടലല്ല എന്റെ പണി. മാഡം വിഷമിക്കണ്ട കേട്ടോ. അമ്മ എങ്ങനെയാ? അതിന് ആർക്ക് വിഷമം? മാഡത്തിന്റെ മുഖത്തൊരു വിഷമുണ്ട്. മോളെ, തീയില് കുരുത്തതാ, വെയിലത്ത് പാടില്ല. അമ്മ അല്ലെങ്കിലും അങ്ങനെയാ. അയ്യ, ഞാൻ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ എന്റെ കാര്യമാ പറഞ്ഞത്. എന്നാ പിന്നെ മാഡം കഴിക്കും, ഞാൻ അമ്മാവനെ വിളിക്കാം. നീയും പോണ്ട, ഇനി വന്നോളും. പഞ്ച്വാലിറ്റി ഇല്ലാത്തൊരു പ്രവർത്തകൻ. മാഡം അതെ, എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ? ഉച്ചയ്ക്ക് ഊണിനുണ്ടാവോ? എന്താ മാഡം? ഞാൻ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നൊക്കെ ആരോട്? എന്താ? അല്ല, ഞാൻ അരി ഇടണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ.
ഭക്ഷണകാര്യത്തിനൊന്നും ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കല്ലേ. എനിക്ക് വേണ്ട, ഞാൻ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിച്ചോളാം. അയ്യോ, പുറത്തുനിന്ന് കഴിക്കുന്ന അൺഹെൽത്തിയാ. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പട്ടിണി ഇരുന്നോളാം. സമാധാനായോ? അയ്യോ, കഴിക്കാതിരിക്കുന്നത് ഹെൽത്തി അല്ല മാഡം, അൾസർ വരും. ഞാൻ എന്തെങ്കിലും ചെയ്തു, വെറുതെ വിട്ടേരെ. എന്റെ ദൈവം, ഈ പങ്കജാക്ഷി ഇതുവരെ ഇറങ്ങിയില്ലേ? അയ്യോ, എനിക്കൊന്നും അറിയില്ല മാഡം, എന്നെയൊന്നും പറയല്ലേ. എന്റെ പൊന്നു ബലരാമേട്ട, ധൃതി നിൽക്കുമ്പോ ഇതുപോലെ തമാശിക്കരുത് കേട്ടോ. ഇത്രയും പങ്ക്ച്വാലിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യൻ. നേരാ മോടെ, ഒരു കാര്യത്തിന് അവന് കൃത്യനിഷ്ഠയില്ല. ഇങ്ങോട്ട് വരട്ടെ. പങ്കജാക്ഷൻ, മിസ്റ്റർ പങ്കജാക്ഷൻ. വിളിച്ചു കൊടുക്ക് ശരിക്ക്. അണ്ടേ അവന് ഇത്തിരി പഠനം കൂടുതലാ കേട്ടോ. മിസ്റ്റർ പങ്കജാക്ഷൻ. എന്തുവാടോ പട്ടി എല്ലും കഷ്ണം പിടിച്ചിട്ട് വരുന്ന പോലെ? ബട്ടൺസ് ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കേണ്ട പേപ്പറിൽ അതിങ്ങനെ പകുതി തിന്നാച്ചാണ് കൊടുക്കേണ്ടത്. അല്ല ഒരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്കില്ലല്ലോ ഇത്ര ഒരുക്കം. താൻ അവിടെ എന്തോ കാണിക്കായിരുന്നത്? ബട്ടൺസ് വിട്ടുപോയി, ബട്ടൺസ് പോയേക്കായിരുന്നു. കൃത്യനിഷ്ഠ ഇല്ലാത്ത ഈ പ്രവർത്തകർ കാരണമാണ് ഈ നാട്ടിൽ ഈ പാർട്ടി ഗതി പിടിക്കാറ്. ശരിയത്. താനല്ലേ ഇവിടുത്തെ പ്രമുഖ നേതാവ്? അതെ. ഒരു സ്ഥലത്ത് 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് കൃത്യം 9 മണിക്ക് തന്നെ എത്തിയിരിക്കണം. എന്നാലേ അണികൾ 8:30 ആകുമ്പോഴെങ്കിലും എത്തുള്ളൂ. ഇത് 10 മണി ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എത്തുന്നത് തന്നെ 12 മണിക്കാ. അല്ലാതെ എന്താ അറിയോ മാഡം, അവര് 9 മണി എന്ന് പറഞ്ഞാൽ 12:30 ആവും അവിടെ അണികളെത്താനായിട്ടേ. അതാ ഞാൻ അത് കണക്കാക്കിയിട്ട് ഈ 12 മണിക്ക് എത്താൻ വേണ്ടി നമ്മൾ പോണേ. അതാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. എപ്പൊ തന്നെ നോക്കിയോ, നമ്മൾ ഇവിടുന്ന് ധൃതി പിടിച്ച് പോകൂലേ? അവിടെ ഓഫീസിൽ ആരും ഉണ്ടാവില്ല. ആര് പറഞ്ഞു? ഓഫീസിൽ തന്നെ 3 പ്രാവശ്യം ഇപ്പൊ വിളിച്ചു കഴിഞ്ഞു. എന്നാ വിളിക്കണ ആള് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഫോണിന്റെ അടുത്ത്, വേറെ ആളുണ്ടാവില്ല. താഴെ കാര്യം ചെയ്യും, ബട്ടൺസ് വിട്ട് ഈ പേപ്പറും കടിച്ചു പിടിച്ച് ഇവിടെ തന്നെ നിന്നോ. താൻ വരണ്ട എന്റെ കൂടെ. തനിക്കുള്ള സസ്പെൻഷനെ എത്തിക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം. എന്താ മേഡം ഈ പറഞ്ഞത്? നമ്മൾ ഇനി വെറുതെ ഒരു ബഹളം ഉണ്ടാക്കിയ സമയമാണ്. എത്ര നേരമായി നമ്മൾ നിൽക്കണം? നമുക്ക് പോവാൻ നോക്കുക. പോവാ, നമ്മൾ റെഡിയാണല്ലോ. ഇറങ്ങോട്ടെ. ആള് കേട്ടോ. മോളെ, ആ പെണ്ണിന്റെ ചുരുക്ക് കണ്ടോ? വിളിച്ചപ്പോ ചൂല് പോലെ പോയത് കണ്ടോ? പിന്നെ സാറാമ്മയുടെ കൂടെ ഇതുപോലെ കുറച്ചാൾ പ്രവർത്തിച്ചാലേ അവൻ നന്നായി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരെ തിരിച്ചാ തോന്നേ. പങ്ക്യാമ്മന്റെ കൂടെ നടന്നാലേ സാറമ്മയുടെ മിക്കവാറും അടിച്ചായി പോകും. രണ്ടുപേരുടെയും പോക്ക് കണ്ടാലേ സർക്കാർ ഉദ്യോഗസ്ഥന് പോണ പോലെയാ. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാ പോലെ തോന്നിയത്. ദമ്പതികളായ 2 മന്ത്രിമാർ ഒരുങ്ങി മന്ത്രിസഭാ യോഗത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ഇതുപോലെ പാർട്ടി പ്രവർത്തിച്ച എത്രയോ പാർട്ടി പ്രവർത്തകര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നുണ്ടെന്നറിയാമോ? എന്നാ മോളെ? ഒന്നുമില്ല അച്ഛാ. ഇനിയിപ്പോ അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കില്ല. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിലോ? ഇനിയിപ്പോ എന്റെ തോന്നലായിരിക്കുമോ? തോന്നലാവാൻ വഴിയില്ല. അതോ എന്റെ സംശയമാണോ? എന്താ പറയണേ? ആര്? നീ ഇപ്പൊ എന്തോ പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്തോ ആലോചിച്ചു പോയതാ. എന്നാ പിന്നെ ആലോചിക്കായിരുന്നാ പോരെ? അയ്യോ, അങ്ങനെ ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമ്പിളിയുടെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അമ്പിളിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് വേറെ കാര്യ. നീ പത്തിയനെ കുട്ടി ഉറങ്ങല്ലേ? എന്നിട്ട് കാര്യം പറ. നീ അതൊന്നുമില്ല ചേച്ചി. അതെ, ചെറിയൊരു സംശയം. എന്ത് സംശയം? ഈ തറവാട്ടിലെ വീണ്ടും കല്യാണത്തിനുള്ള ഒരു മേളം ഉയരുന്നുണ്ടോന്ന്. ഇവിടെ നടന്ന കല്യാണങ്ങൾക്കേ മേളമില്ല, ഒന്നുമില്ലായിരുന്നു. മുഴുവൻ ഒളിച്ചോട്ടോ രഹസ്യ കല്യാണം അല്ലായിരുന്നോ? അതൊക്കെ അതെ. ഇതുവേ ഏകദേശം അങ്ങനൊക്കെ തന്നെ ആവാനാണ് ചാൻസ്. നീ എന്താ ഉദ്ദേശിക്കണേ?
അതൊന്നും പറയാറായിട്ടില്ല. പതിയെ പറ. അതൊന്നും പറയാറായിട്ടില്ല. പിന്നെ നീ എന്തെന്ന് എത്ര നേരം ആലോചിച്ച്? അതെ, ആദ്യം ഞാൻ ഈ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമാക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ചെക്കനോ? ആരെവിടെ ചെക്കൻ? അതല്ലേ ഞാൻ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞേ. അപ്പൊ ആരെ പെണ്ണ്? അതല്ലേ അപ്പൊ ഞാൻ പറയൂല എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ചോദിക്കണ്ട, ഞാൻ പറയൂല. ഇതിപ്പോ നീ എന്നെയും കൂടെ വെറുതെ ടെൻഷൻ ആക്കിയല്ലോ. എങ്കിൽ പിന്നെ പറയാതിരുന്ന പോരായിരുന്നോ?